നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണത്തിൽ കുറ്റം സമ്മതിച്ച് പ്രതി അഷ്കർ കുട്ടിയെ നിരന്തരം മർദ്ദിച്ചിരുന്നതായും ഇതിന് അഖിലയുടെ മൗന സമ്മതമുണ്ടായിരുന്നതായും ചോദ്യം ചെയ്യലിൽ അഷ്കർ സമ്മതിച്ചു. പ്രതിഷേധ സാധ്യതയെ തുടർന്ന് അഖിലയുമായുള്ള തെളിവെടുപ്പ് നടത്തിയില്ല. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ അഷ്കറിനെയും അഖിലയെയും റിമാൻഡ് ചെയ്തു. ഒന്നര വയസ്സുകാരൻ അർഷദിനോട് ചെയ്ത ക്രൂരതയും കൊലപാതകവും ഏറ്റുപറഞ്ഞ് പ്രതി അഷ്കർ കുട്ടിയെ ലൈറ്റർ കൊണ്ട് കാലിനടിയിൽ പൊള്ളലേൽപ്പിച്ചതായും മർദ്ദിക്കുന്ന കാര്യം അമ്മയ്ക്ക് അറിയാമായിരുന്നെന്നും അഷ്കർ പോലീസിനോട് വെളിപ്പെടുത്തി. കൈകളൊടിഞ്ഞ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് 12 ദിവസത്തിന് ശേഷമാണ്. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ കുഞ്ഞിന് പനി തുടങ്ങിയിരുന്നു. പനി ബാധിച്ച കുഞ്ഞിന് ചികിത്സ നൽകാതെ മധുരയിലേക്ക് കൊണ്ടുപോയി. തിരിച്ചു വരുമ്പോൾ കുട്ടി അബോധാവസ്ഥയിലായിരുന്നതായും ഭക്ഷണം കൊടുത്ത ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നുമാണ് അഷ്കർ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ അഷ്കറിന്റെ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ചോദ്യം ചെയ്യലിൽ ഭാവവ്യത്യാസമില്ലാതെയാണ് ഇരുവരും മറുപടി പറഞ്ഞത്. അഖിലയ്ക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, SC/ST അട്രോസിറ്റി ആക്ട് എന്നിവയും ചുമത്തും. പ്രതിഷേധ സാധ്യത ഉള്ളതിനാൽ അഖിലയെ കൃത്യം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയില്ല. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും ഇനി ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.